ഇതാണ് നമ്മുടെ ഈ ഒരു പച്ചക്കറികൾ നല്ല പ്രാന്ത് പിടിച്ച പോലെ വളരാൻ സഹായിക്കുന്ന ആ ഒരു വളം. എന്നിട്ട് നമ്മുടെ ഒരു ലിക്വിഡ് രൂപേണയുള്ള വളം ഉണ്ടാക്കാനുള്ള 4 കൂട്ടം ഐറ്റമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കടലപ്പിണ്ണാക്കാണ് കേട്ടോ. ഇത് ആ ഒരു 1 കിലോ കടലപ്പിണ്ണാക്കിനോട് നമുക്കൊരു 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ 1/2 കിലോ എല്ലുപൊടി, ഒരു 100 ഗ്രാം മാത്രം ശർക്കര, ഈ ഒരു 4 കൂട്ടം ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലിക്വിഡ് രൂപേണയുള്ള വളം ഉണ്ടാക്കുന്നത്. അളവ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ചെടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ഇതിനകത്ത് 5 ലിറ്റർ വെള്ളം ഒഴിക്കണം കേട്ടോ. കൃത്യം 5 ലിറ്റർ ആയിരിക്കണം. അടിയിലൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും, അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 5 ദിവസം നമുക്ക് ഇവനെ ഉള്ളിൽ തണലുള്ള സ്ഥലത്ത് മൂടിക്കെട്ടി, അതായത് എയർ ടൈറ്റായിട്ട് വെക്കണം. 1.5 ദിവസം തുറന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. 5 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്, ഇത് 6ാമത്തെ ദിവസമാണ് കേട്ടോ. അതാണ്ടോ, ഇതാണ് നമ്മുടെ ഈ ഒരു പച്ചക്കറികൾ നല്ല പ്രാന്ത് പിടിച്ച പോലെ വളരാൻ സഹായിക്കുന്ന ആ ഒരു വളം. ഈ ഒരു 1 ലിറ്ററിൻ്റെ കപ്പിൽ നമ്മൾ 1 ലിറ്റർ ഈ ഒരു വളം എടുക്കുന്നുണ്ടെങ്കിൽ ഇതേ 1 ലിറ്ററിലേക്ക് ഒരു 5 ലിറ്റർ വെള്ളം, ഒരു 1 ലിറ്റർ നിറച്ചിതേ ഏകദേശം ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് കൂടുതൽ ചെടിയിൽ ഒഴിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബക്കറ്റിലേക്ക് ഇനി മാറ്റുകയാണ്. ഇങ്ങനെയുള്ള കപ്പുകളാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള അളവ് നമുക്ക് കിട്ടും. ഈ പറഞ്ഞ ഈ സാധനം നമുക്കിനി ഡയറക്റ്റായിട്ട് നമ്മുടെ ഒരു ചെടികളുടെ മൂട്ടിലേക്കൊക്കെ ഒഴിക്കാം. ഈ ഒരു ബക്കറ്റിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 1 ലിറ്ററോളം കോരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മൂടി ഞാൻ ഇന്നലെ ഇളക്കി കൊടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ ഇത് വേരിലേക്കൊക്കെ പിടിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്.